ആനന്ദിക്കുക. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യഹോവയുടെ മാതൃകകൾ സ്തോത്രത്തോടും അവിടുത്തെ ആഹാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരും. യഹോവയെ സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുക. പരിശുദ്ധനായ ദൈവത്തെ ആരാധനയോടെ മഹത്വപ്പെടുത്തുവാനായി നമുക്ക് ആരാധനാരംഭമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ ഉടയവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനാകുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ആരാധനയ്ക്കായി കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ ഇന്ന പകൽക്കാലം അനുവദിച്ചതോട് സ്തുതിക്കുന്നു. അങ്ങയോടും അങ്ങയുടെ ജനത്തോടുമുള്ള ആത്മീയവും ഭൗതികമായ കൂട്ടായ്മയ്ക്കായി ഇന്ന് ഞങ്ങളെ വിശുദ്ധ ആലയത്തിൽ പൂർത്തിവരുത്തിയതോട് സ്തോത്രം. കർത്താവേ, മാർച്ച് മാസം 3-ാമത്തെ ഞായറാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഞങ്ങൾ ആദ്യമായി വിശുദ്ധ ആരാധനയുടെ നന്മയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുവാൻ എന്റെ ദൈവം ഞങ്ങളെ അനുവദിച്ചതുകൊണ്ട് നന്ദിയിലാണ്. ഇത്രയും കാലം ലോകത്തിന്റെ മഹാമാരിയുടെ ഭീതിയിൽ നിന്ന് ഞങ്ങൾ കേവലം നൽകിയ സുരക്ഷിതത്വത്തിനായി, കുടുംബങ്ങളിലെ സംരക്ഷണത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവരെയും ആശീർവദിക്കുക. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്ന അനുഗ്രഹീതമായ ആരാധനയായി കർത്താവേ, ഞങ്ങൾക്ക് ആരാധനയോട് വേർതിരിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾക്കായി കരുത്താൻ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരുന്ന മഹത്വം അവിടെ നേടിയെടുക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ദൈവനാമ മഹത്വത്തിനും നമ്മുടെ ആരാധന അനുഗ്രഹത്തിനുമായി ആരാധനാ ഗീതത്തിലെ 29-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കണം. ആരാധനക്രമം 3-ാം ദിവസത്തിലുള്ള സ്തുതിഗാനങ്ങൾ 1-ാം ഭാഗം ദൈവനാമ സ്തുതിക്കായി നമുക്ക് ഉപയോഗിക്കാം. സ്തുതിഗാനികൾ 1-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു.
ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുകയും വരുവിൽ നാം ആണെങ്കിൽ നമസ്കരിക്കുക, നമ്മൾ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ കൊണ്ടുവെക്കുക. യഹോവയുടെ പർവ്വതത്തിൽ 6 പേരും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് 6 നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിൽ മനസ്സിലാക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും കൊണ്ട് ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് കാവലും ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുകി പിടിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും അടുക്കുന്നവരിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പ ഞാൻ സ്വർഗത്തോളം അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഒരുമിച്ച് സ്തുതിക്കാം. എന്റെ വായിലെ ഹൃദയത്തിലെ ജ്ഞാനം തിരുവുമ്പാകമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും അറിയണം. താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ എന്ന് പറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസനസന്ധി നമ്മുടെ പാപങ്ങൾ നമുക്ക് എടുത്തു പറയാം. നമ്മുടെ മുന്നിൽ മുടക്കാം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ എന്ന് പറഞ്ഞേക്കാം. ഒരു നിമിഷം മൗനമായി നമ്മെ സമർപ്പിക്കാം. ദൈവിക കരുണയ്ക്കായി, ജീവിതത്തിന്റെ കുറവുകളുടെ മോചനത്തിനായി ദൈവത്തോട് അപേക്ഷിക്കാം. കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞോ അറിയാതെ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ജീവിതത്തിൽ സംഭവിച്ചതായ എല്ലാ കുറവുകളെയും മനത്താഴ്മയുടെ ദിവസങ്ങളിൽ ഓർമ്മിച്ച് ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ നമുക്ക് ദൈവത്തോട് ആരാധനക്രമം 10ാം തരത്തിലുള്ള അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കുചെയ്യാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾക്ക് വിരോധമായ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ പൂർണ്ണ മനസ്സോടെ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളെ പോലെ ഞങ്ങളോട് ഞങ്ങളുടെ പാപമായി ഞങ്ങളെ സ്വീകരിക്കണം. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ അപരാധങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിനുണ്ട്. അവിടെ നമുക്ക് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ മാത്രമല്ല, സർവ്വ ലോകത്തിന്റെയും പാപങ്ങൾ. നാം പാപം സംബന്ധിച്ച് മരിച്ച് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിക്കട്ടെ. അവരുടെ അടിപ്പിടയാൽ നമുക്ക് സൗഖ്യമായി. സർവശക്തിയും കരുണയുള്ളതുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുവാനാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പാപകരങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ ബോധ്യപ്പെട്ടുകൊണ്ട് കർത്താവ് ചെയ്ത ഉപകാരത്തിനായി നന്ദിയോടെ സ്തോത്രം പറയാം. ജീവിതത്തിൽ ഇതുവരെ ദൈവം നൽകിയ എത്ര നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, സൗഭാഗ്യമുണ്ട്, എല്ലാവരുമായി സ്തോത്രം ചെയ്യും. നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രാർപ്പണത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് 14 തരത്തിലുള്ള പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാശക്തിയുള്ള നിങ്ങളുടെ മക്കളുടെ ആശ്രയങ്ങളോടും സകല മനുഷ്യരോടും അങ്ങനെയുള്ള സകല കരുതലുകൾക്കായി ആദരവുകൾക്കായി നിങ്ങൾ അങ്ങേക്ക് മഹാബലികളും അനുകൂലമായി സമർപ്പിച്ചു. ഞങ്ങളെ ശക്തിച്ചതിന് പരിപാലിക്കുന്നത് വ്യാഴ്ച സകലങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ ലോകത്തെ നേരിടുന്ന ചൂടാനായി ഞങ്ങൾ അംഗീകാരം അങ്ങനെ നൽകിയിട്ടുള്ള വഴികൾക്ക് വേണ്ടി അബദ്ധത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കാര്യമില്ലാതെ അങ്ങനെ ശരീരത്തിൽ ആളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങനെ നടക്കട്ടെ. അങ്ങനെ മാത്രമേ
ഞങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മുടെ സ്തുതി വിശ്വപ്പെടുകയും അവരുടെ സകലങ്ങളെയും കുറിച്ചുള്ള ബോധങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോട് സകല ബഹുമാനവും കാലാവസ്ഥ വീണ്ടും നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടുന്നത് 838 സഞ്ചാരികളെ നിങ്ങൾ ശീഘ്രമുണർന്നുകൊള്ളുവിൻ. സിയോൻ യാത്ര മധ്യേ നിങ്ങൾ എന്തിനുറങ്ങിടുന്നു? സിയോൻ യാത്ര മധ്യേ നിങ്ങൾ എന്തിനുറങ്ങിടുന്നു? നിദ്രയിൽ നിന്നുണരാൻ നേരം വന്നു കഴിയുന്നിതാ. നിദ്രാഹാരം നിങ്ങൾ വിട്ടെഴുന്നു ശോഭിച്ചുകൊള്ളുവിൻ. നിദ്രാഹാരം നിങ്ങൾ വിട്ടെഴുന്നു ശോഭിച്ചുകൊള്ളുവിൻ. എത്രത്തോളം ഉറങ്ങും നിങ്ങൾ ബോധമില്ലാതെയും മാത്രനേരം ഇരുൾ കർത്തൻ വന്നണഞ്ഞിടുമാവോ? മാത്രനേരം ഇരുൾ കർത്തൻ വന്നണഞ്ഞിടുമാവോ? കർത്തൻ വരുന്ന നേരം നിങ്ങൾ നിദ്രയിലാകുമെങ്കിൽ എത്ര പരിതാപമെന്ന് ഓർത്തുകൊണ്ടിരിക്കണത്ത്. എത്ര പരിതാപമെന്ന് ഓർത്തുകൊണ്ടിരിക്കണത്ത്. വേഗമുണർന്നുകൊള്ളുക സ്വർഗ്ഗത്തിരുസഭയേ. വേഗം നീയുണർന്നു കാണുവാൻ കാത്തിരിക്കുന്നു കർത്തൻ. വേഗം നീയുണർന്നു കാണുവാൻ കാത്തിരിക്കുന്നു കർത്തൻ. നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ തന്നെ 147 സങ്കീർത്തനം വാക്യമായി വായിച്ചു ശ്രദ്ധിക്കാം. 147 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, ഇസ്രായേലിന്റെ തട്ടുമരം കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവർ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്ക് ഒക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുകയും കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യും. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. അവൻ പർവ്വതത്തെ പുല്ലുമുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്നു. അശുബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുകളിൽ പ്രസാദിക്കുന്നുമില്ല. എന്നെ ഭയപ്പെടുകയും എന്റെ ദൈവം
അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ കോതമ്പുകൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യിക്കുന്നു, ചാരം പോലെ തീഹാരം വിതറുന്നു. അവൻ നീർക്കെട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു, അവന്റെ കുളിർ സഹിച്ച് നിൽക്കുന്നവനാ. അവൻ തന്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുകുന്നു. അവൻ യാക്കോബിൽ തന്നെ വചനവും ഇസ്രായേലിന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, ജനതകളെ അവൻ മാറ്റിയിട്ടുമില്ല. സ്തുതിപ്പിൻ. ഇന്നത്തേക്കുള്ള പഴയ നിയമങ്ങളുടെ പാഠഭാഗവും തുടർന്ന് സുവിശേഷങ്ങളുടെ പാഠഭാഗവുമായി പുറപ്പാട് പുസ്തകം 11-13 മുതൽ 27 വരെ. പുറപ്പാട് 11 മുതൽ 27 വരെ. പിറ്റേന്നാൾ മോശ ജനത്തെ ന്യായീകരിക്കുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയോട് ചുറ്റും നിന്നു. അവൻ ജനത്തിന് വേണ്ടി ദൈവത്തെയും മോശയുടെ അമ്മായിയെ കണ്ടപ്പോൾ, നീ ദൈവത്തിന് വേണ്ടി ചെയ്ത ഈ കാര്യം ചെയ്ത് നീ ഏകനായി വിസ്തരിക്കാതിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ചോദിച്ചു. മോശ തന്റെ അമ്മായിയോട്, ദൈവത്തോട് ചോദിക്കാൻ ജനം എന്റെ അടുത്ത് വരുന്നു. അവർക്ക് ഒരു കാര്യം ഉണ്ടാകുന്നു, അവർ എന്റെ അടുത്ത് വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ടിരിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയുകയും ചെയ്തിരിക്കുന്നു പറഞ്ഞു. അതിന് മോശ അമ്മായിയോട് അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീ നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകയായി അത് നിർത്തുവാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എന്റെ വാക്ക് കേൾക്കുക, ഞാൻ ഒരാളുടെ പറഞ്ഞതല്ല. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയിൽ ചെയ്യേണ്ടുന്ന പ്രവൃത്തി അവരെ അറിയുകയും ചെയ്യുക. അതല്ലാതെ ദേവന്മാരും സത്യവാന്മാരും ദുരാചാരം വെറുക്കുന്നവരുമായ പാർട്ടിക പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്കും അധിപന്മാരായും 100 പേർക്ക് അധിപന്മാരായും 50 പേർക്ക് അധിപന്മാരായും 10 പേർക്ക് അധിപന്മാരായും നിയമിക്കുക. അവർ എല്ലാ സമയത്തും ജനത്തെ ന്യായീകരിക്കട്ടെ. വലിയ കാര്യമൊക്കെ അവർ തന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെ അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോട് കൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു കൊടുക്കാം. ഈ ജനത്തിനൊക്കെ സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയുമാണ്. മോശ തന്റെ അമ്മായിയുടെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെ ഒക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാർത്ഥിക പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപന്മാരായും 100 പേർക്ക് അധിപന്മാരായും 50 പേർക്ക് അധിപന്മാരായും 10 പേർക്ക് അധിപന്മാരായും ജനത്തിലെ തലവന്മാരായി. അവർ എല്ലാ സമയത്തും ജനത്തെ ന്യായീകരിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുത്ത് കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെ അവർ തന്നെ കേട്ടു. അതിനുശേഷം മോശ തന്റെ അമ്മായിയെ യാത്ര അയച്ച് അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം മോശ തന്റെ അമ്മായിയെ യാത്ര അയച്ച് അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഈ ദൈവത്തിന്റെ ദൈവമേയും സത്യാനിയും മാറട്ടെ. ആമേൻ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 തലവും ഒരുവന് 2, ഒരുവന്
അപ്പോസ്തല വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചത്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങി സർവ്വശക്തിയുടെ കർത്താവായ ദൈവത്തിനോട് ഉപാദിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മനുഷ്യരെയും ന്യായമാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അധ്യക്ഷപ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥന. അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രാർത്ഥന നമുക്ക് ദൈവതലത്തിൽ ഒരുമിച്ച് കൊണ്ടുവരുവാൻ ദൈവനായ ദൈവം നമ്മെ സഹായിച്ചു. ലോകം മുഴുവൻ കോവിഡ്-19 എന്ന മഹാമാരി വിദൂരമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നാളുകൾ അനേകർ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു, അനേകർ രോഗത്തിൻ്റെ പീഡനങ്ങളാൽ ബാധിക്കപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടു. നാളെക്കുറിച്ചുള്ള ഭീതിയിലും ലോകജനങ്ങൾ മുഴുവൻ നിൽക്കുന്ന ഒരു നാളുകൾ. ഒരു ദേവാലയത്തിൽ ചില മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാനും കർത്താവ് തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം പറയും. നമ്മുടെ ആരാധനകൾ തുറന്ന് നമ്മൾ ഇത്രയും സുരക്ഷിതമായി ഇന്ന് ഈ ആലയത്തിൻ്റെ ആരാധനകൾ പൂർത്തിയാക്കിയത് നന്ദി ദൈവത്തിനാണ്. നമ്മുടെ ചുറ്റുപാടുകൾക്കായി സ്തോത്രത്തോടെ പ്രാർത്ഥന, നമ്മുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥന, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കായി പ്രാർത്ഥന. പ്രത്യേകിച്ച് ഈ രോഗത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് ഒരു പരിപൂർണമായ വിടുതൽ രോഗമാസങ്ങൾ ലഭ്യമാകാൻ വേണ്ടി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുന്നു. മരണത്തിൻ്റെ അടുത്തോടുന്ന രോഗബാധ ബാധിച്ചവർക്ക് മരണത്തിന് ഒഴിഞ്ഞുമാകുന്നതിന് ദൈവം സഹായിക്കാനായി നേതൃത്വം വഹിക്കുന്ന ഭരണാധികാരികൾ, ചികിത്സിക്കുന്ന ആതുര സേവന മേഖലകളിലുള്ളവർ, മറ്റ് നിയന്ത്രണങ്ങൾ നടത്തുന്നവരെല്ലാവരെയും പ്രാർത്ഥനകളാണ്. നമ്മുടെ ഇടവകയിലായി പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും പൊതുവാരാധന ആചരിക്കാൻ ദൈവം സഹായിച്ചു. ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇന്ന് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന പ്രകാരം തന്നെ ഈ വാർഡുകളിൽ നിന്ന് വരാൻ കഴിയാത്ത പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കളെ നോക്കാം, നമ്മുടെ കുഞ്ഞു മക്കളെ പ്രാർത്ഥിക്കാൻ, അവർക്കെല്ലാവരുടെയും ഭവനങ്ങളിൽ അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമാധാനമായ സൗഖ്യമുള്ള ജീവിതയാത്ര ദൈവം തരാനായി എൻ്റെ നാമം ധരിക്കപ്പെട്ടതിൻ്റെ തങ്ങളെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ തിരികെയും ചെയ്യുമ്പോൾ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് ശമൂവേലിന് ദൈവം കൊടുത്ത വാഗ്ദത്തം, ശലോമോൻ രാജാവിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ വാഗ്ദാനം കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ദൈവം കൊടുക്കാം. എല്ലാ ദൈവങ്ങളും ഞങ്ങളുടെ വിദ്യാഭ്യാസം ഉടങ്ങിപ്പോയതിനെ കുറിച്ച് മാറ്റപ്പെടുന്ന മാത്രമാണ്. നല്ല പഠന മേഖലകളിൽ അവർക്ക് അനുകൂലമാക്കി നൽകണമെന്നാണ്. SSLC പരീക്ഷയിൽ നല്ല വിജയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയതുകൊണ്ട് തുടർ പഠനങ്ങൾക്കായി പ്രാർത്ഥിച്ചു. അടുത്ത പഠന മേഖലകളായിരിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് കൊടുക്കാം. പ്രത്യേകമായി ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ നാളുകളിൽ നമ്മുടെ സഭയിലെ 3 സഹോദരങ്ങൾ നമ്മെ വിട്ട് മരണമുഖാന്തരം നരലോകത്തിലേക്ക് മാറ്റപ്പെട്ടു. ഷാനിദോസ് നെടിഞ്ഞൻ, തങ്കമ്മ ഷാരോൺ, വസന്തകുമാരി സോജിക്കോട് ഈ 3 സഹോദരങ്ങൾ ഈ നാടുകളിൽ ദൈവസേനയിലേക്ക് ചേർക്കപ്പെട്ടു. ഇവിടെ കുടുംബാംഗങ്ങളെ കൊടുക്കാം. ദൈവം അവരെ സമാധാനപ്പെടുത്തി ധൈര്യപ്പെടുത്തി പ്രത്യാശ വളർന്നതിന് വേണ്ടി
ഈ ആഴ്ചയിൽ നമ്മോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും പ്രിയനായ ഷൈജി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ നമ്മുടെ ഇടയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ കുടുംബമായി അനുഗ്രഹമായി നിറവേറ്റപ്പെടുന്നതിന് ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതികരണത്തിൽ ഓർക്കാക്കുന്നത് ഒരു പുതിയ ഇടവകയുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് ശുശ്രൂഷ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷയോട് അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അന്നേരത്തോടുകൂടെ ഞങ്ങൾ അനുഗ്രഹമാക്കുന്നു. അന്നേരം പരിദേശികമായ നിങ്ങളെ ദൈവത്തോളം നമുക്ക് കരുതിയതുകൊണ്ട് നന്ദിയാണ്. ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ സംബന്ധിച്ചതിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ ഈ മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഞങ്ങൾക്ക് നൽകിയ ജീവിതത്തിനായി ജീവനത്തിനായി നന്ദി കർത്താവ്. ഗവൺമെൻറ്റും സമൂഹമൊക്കെ ഒരുപാട് സുരക്ഷിതത്വങ്ങൾ വച്ച് നിൽക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് സുരക്ഷിതത്വം മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിലേക്ക് അങ്ങ് കരുതിയില്ലായെങ്കിൽ, അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചില്ലായെങ്കിൽ ഞങ്ങളുടെ സംരക്ഷണങ്ങളെല്ലാം വൃഥാവാണ്. അത് ഞങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ട് ഞങ്ങളെല്ലാം ഞങ്ങളുടെ കലാലയത്തിലേക്ക് സമർപ്പണം ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ആലയത്തിൻ്റെ ആരാധനകൾ ആരംഭിക്കാൻ ഇടയാക്കിയിരുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ നിന്ന് പൗരന്മാരോട് അങ്ങനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിമിഷങ്ങളായിരുന്നു. ഇവിടെ എല്ലാവർക്കും സാന്നിധ്യം ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ സംരക്ഷിച്ചു. ഞങ്ങളുടെ മക്കൾ വിദേശങ്ങളിലായിരുന്നവർ പൗരങ്ങളെ തിരികെ വന്നപ്പോൾ അവർക്ക് സംരക്ഷണം നൽകി, സുഖം നൽകി. ഞങ്ങളുടെ പ്രിയപ്പെട്ട വീണ്ടും പലരും മറ്റ് പല സാഹചര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അവരെ ഓർത്ത് സ്വന്തത്തോടെ പ്രാർത്ഥിക്കുന്നു, സംരക്ഷിച്ചുകൊണ്ടാണ് അപേക്ഷിക്കുന്നതാണ്. ഞങ്ങളുടെ ചുറ്റുപാടുകൾ അവർക്ക് പുറത്ത് അനുഗ്രഹിക്കണം. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ട് ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടിരിക്കുവാനാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രകാശമായി നിൽക്കുന്ന ദേവാലയത്തിൻ്റെ ഉള്ളവരുന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ രോഗവിധിയുടെ പ്രതിസന്ധിയുടെ വിടുതലിന് വേണ്ടി ഹൃദയമുള്ളതോടെ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവമാത്ഭുതം പ്രവർത്തിക്കണം, വലിയ ദൈവമാത്ഭുതം പ്രവർത്തിക്കണം. നിങ്ങളുടെ പാപങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാളുകളിൽ ദേശത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയുടെ എല്ലാ കുടുംബങ്ങളെയും പ്രായമുള്ള പ്രിയപ്പെട്ടവർക്ക് ആരോഗ്യവരെ ഒരുപാട് ആഗ്രഹത്തോടിരിക്കുന്നവരുണ്ട്. അവർ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം സത്യത്തോടെ നടക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളോട് പ്രാർത്ഥിക്കുന്നു, ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കണമേ. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആരോഗ്യം കൂടി വരുന്നത് നല്ലതാണ്. ഞങ്ങൾക്കായി അവർ തുറന്നിരുന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നാമോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം പകരണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യാശയുടെ കാര്യങ്ങളിൽ ഉയർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യങ്ങൾ അവർ അറിയുന്നു. മനുഷ്യൻ കണ്ടുകൊണ്ട് കാണുമ്പോൾ ഹൃദയത്തിൻ്റെ അന്തരാത്മാവ് ആരാധനയുടെ ദൈവം ഓരോ മനുഷ്യന്റെയും പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവേ, 1 മുതൽ 5 വരെയുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകും. 6 മുതൽ 11 വരെയുള്ള ആളുകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ അടുത്ത ആരാധന കടന്നു വരാറുണ്ട്. അടുത്ത കർത്താവിൽ വരാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് പേരുടെ കർത്താവ് ഇതെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന ആരാധനയുടെ മഹത്വം, ആരാധനയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ മാറിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സമൃദ്ധിയായി നൽകി കൊടുക്കണമേ എന്ന് വിനയത്തോടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം പകരണം, എല്ലാവർക്കും അനുഗ്രഹിക്കണം. ഈ നാളുകളെ സംരക്ഷിച്ച ദൈവത്തിന് ഹൃദയം തുറന്ന് അർപ്പിക്കുന്നു, സ്തോത്രം പറയുന്നു. കർത്താവിന്റെ അതിരുകൾ കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അങ്ങനെ ആരാധിച്ച് സമർപ്പിക്കുന്നു. സംരക്ഷണത്തോടെ കാരണമായി നിങ്ങളുടെ എല്ലാവരെയും ഉള്ള കരങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്ന മരണപ്പെട്ടുപോയ 3 കുടുംബങ്ങളെ ഓർക്കുകയാണ്. ഷർമൻ ജോസിന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതകരമായി നടത്തണമേ. വസന്തകുമാരി എന്ന മാതാവിന്റെ കുടുംബാംഗങ്ങൾ ഓർക്കുന്നു. ദൈവം സംരക്ഷിക്കണമേ. തങ്കമായ മാതാവിന്റെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സംരക്ഷിച്ച് സമാധാനത്തോടെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തന്നെ എല്ലാവർക്കും സ്വസ്ഥതയും അനുഗ്രഹവും കൃപയും കരുതലും എല്ലാവരെയും ബന്ധപ്പെടുന്നത് നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണം. നമ്മുടെ തലമുറകളെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കണം. എല്ലാ മക്കളുടെ കാര്യങ്ങളിലേക്ക് തരികയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവരുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കണം. പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങളിലേക്ക് കുടുംബമായി അനുഗ്രഹിക്കണം. ഇടവകയിലായിട്ടുള്ളവർ തുടർന്ന് ഏറ്റെടുക്കുന്ന ശുശ്രൂഷകൾ ഞങ്ങളുടെ സഭയ്ക്ക് വിശ്വാസികൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ
കൃപയർന്നവരെ എന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ആരാധനയുടെ കാലങ്ങളിലിരിക്കുന്ന എല്ലാവരും ഇവിടെ കടന്നു വരുവാൻ കഴിയാതെ അറിയപ്പെട്ടവരെ സമ്പൂർണ്ണമായി ആലയത്തിന്റെ ചുറ്റുപാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ കുടുംബക്കാരെയും ജാമ്യവസ്ഥരായി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവരും സമാധാനത്തോടെ കാക്കണം, സൗഖ്യത്തോടെ കാക്കണം. എല്ലാ അനുഗ്രഹത്തിനായി സമർപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ എല്ലാവരെയും സ്വർഗസ്ഥനായ പിതാവേ, ിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. നമ്മുടെ ആരാധനയിൽ തന്നെ 439 ഗീതം നമ്മളെല്ലാവരെയും നമുക്ക് വേണ്ടി പാടും. ആ സമയത്ത് സ്വന്തം ഇന്ന് ജന്മനാൾ കണക്ക് സംബന്ധിച്ചിട്ട് വിജയരാജിക്കാരുള്ള രജനീകരണ കമലമ്മ എന്നിവ ശമുവേൽ എന്നിവ രാഗിനി ചെറുള്ള വിവാഹവാർഷികം രോഗി അംബിക എന്നിവ വ്യക്തിപരമായി മറ്റ് സമർപ്പിച്ചിരിക്കുന്നത് രോഗി മുഷിക നിവാസ്, സുജകുമാരി ആരാധന, ലില്ലി വൈസ് നിവാസ്, ബൈറ്റിയസ് ബാബു ആരാധന, അവരുടെ ഷൈബിലും കുടുംബവും ബിസി അയ്യൂബ, ബിജോ ആരാധന, ബിബിൻ ആരാധന. പ്രസവ കാണിക്ക് സമർപ്പിക്കുന്ന സുജകുമാരി
SSLC പരീക്ഷയുടെ വിജയം ലഭിച്ചതിനായി ദേശായി കൃപ പ്രത്യേകമാണ്. പാലിയേറ്റീവ് കെയറിന് വേണ്ടി അമൽക്രയം അലീന നിർവഹിച്ചു. കുടുംബമായി ഷൈജു ജീവദാസത്തിൽ റോസ്റ്റൻ ഈ മത്സരത്തെ കാഴ്ചകളെ വലിയ അവർക്ക് സ്ഥലങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളിലേക്ക് വ്യക്തിപരമായും കുടുംബമായും ജീവിതത്തിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വഴിപാട് സമർപ്പിച്ച വലിയവരുടെ കാണിക്കകൾ വാഴ്ത്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സ്തോത്ര കാഴ്ചകൾ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മാനിക്കുന്ന ദൈവം നിങ്ങളുടെ കാഴ്ചകൾ അംഗീകരിച്ച് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലങ്ങൾ നൽകി നിങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഈ എല്ലാ വഴിപാടുകളുടെയും നമ്മൾ പകരുന്നതുകൊണ്ട് സ്തോത്രം. പ്രസവ കാഴ്ച സമർപ്പിച്ചിരിക്കുന്ന സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നതിൻ്റെ പൈതലായ സ്തോത്രം കുടുംബമായി ആശീർവദിച്ചുകൊള്ളണം. എല്ലാ നിങ്ങളുടെ കാര്യങ്ങളെയും നിഷ്കായുടെ നാമത്തിൽ പ്രാർത്ഥന എല്ലാവരെയും പ്രത്യേകമായി ആരാധനയിലേക്ക് ഇതിലൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്ക് വീണ്ടും ഒരു ആരാധന പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകുന്നതിനായിട്ട് സ്തോത്രം. 1-ാം തീയതി മുതൽ നമ്മുടെ ഇടവകയുടെ ശുശ്രൂഷയിലേക്ക് പ്രിയങ്കരനായ ഷൈജു വെച്ച് മഹായുടെ നിയോഗം അനുസരിച്ച് പ്രവേശിച്ചിരിക്കുന്നു. ഈ ആരാധന അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്ത് നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്ന സമയമാണ്. അതിനായിട്ട് സഭാ സെക്രട്ടറി പ്രത്യേകിച്ചു കഴിഞ്ഞ 5 വർഷങ്ങളാണ് നമ്മുടെ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ഇവിടെ നിന്ന് വീണ്ടും അഴിമൂട് CSI ഇടവകയിലേക്ക് സ്ഥലമായി അച്ഛൻ്റെ ശുശ്രൂഷകളെ ഓർക്കുന്നു. വളരെ നന്ദിയോടുകൂടി നമ്മുടെ ഇടവക ഓർക്കുന്നതാണ് ഇതിൻ്റെ ശുശ്രൂഷ ഓർമ്മിച്ചത്. അതിൻ്റെ ഫലമായിട്ട് മഹായിടവകയുടെ ഉത്തരവനുസരിച്ചും ദൈവനിയോഗമനുസരിച്ചും ഈ നാളുകളിൽ നമുക്ക് ശുശ്രൂഷ അർപ്പിക്കുവാനുള്ള ദൈവം നിയോഗിച്ചിരിക്കുന്നത് അച്ഛനെയാണ്. അച്ഛനെ എനിക്ക് പരിചയമൊന്നുമില്ല, ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. അച്ഛൻ അഴിമൂട് ഇടവകയിലെ ശുശ്രൂഷകനായി അതിനുശേഷം വിദ്യാഭ്യാസ പഠനത്തിലേക്ക് പോയി. അതിനുശേഷം കുടുംബാലൂടെ CSI ഇടവകയിലെ ശുശ്രൂഷകനായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷകനായിട്ട് ആയിരിക്കുകയാണ്. അച്ഛൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വലിയ മത്സരമായിട്ട് ഇടവകയിൽ കുടുംബമായിട്ട് വരികയും നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷ ഏറ്റെടുക്കുകയും ചെയ്തു. അച്ഛൻ്റെ വീട് കുട്ടക്കാട് ആണ്. അച്ഛൻ്റെ ഇടവക കൊച്ചമ്മ അനേകീയ സ്വഭാവമാണ്. കൊച്ചമ്മയുടെ അനീഷ എന്നാണ്. ഒരു കൊച്ചു മോനുണ്ട്. അങ്ങനെ കുടുംബമായിട്ട് നമ്മുടെ ദേശത്ത് നമ്മുടെ ഈ കുടുംബത്തിൽ നമ്മുടെ ഈ ദേവാലയ ശുശ്രൂഷകളിൽ ഇടയ പരിപാലന ശുശ്രൂഷയിൽ അച്ഛൻ കുടുംബമായിട്ട് നമ്മുടെ ആളുകളായിരിക്കുന്നു. കാലാകാലങ്ങളിൽ നമുക്ക് ആവശ്യമായ വൈദികരെ ദൈവം നമുക്ക് തരുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുവാനും ആത്മീയമായിട്ടും ഭൗതികവുമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുക യേശുവോട് ചേർത്ത് ഈ പാത്രത്തെ കൃപ കാലാകാലങ്ങളിൽ തരുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ എല്ലാ കുടുംബങ്ങളുടെയും പ്രിയത്തിന് ആർദ്രവുമായിട്ടും ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമൃദ്ധി അനുഗ്രഹിക്കുവാനാണ്. രണ്ട് പ്രധാന കാര്യങ്ങളോട് ഓർമ്മപ്പെടുത്തി ആരാധനയുടെ സമയമാണ്. നമുക്ക് പള്ളിക്കകത്ത് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ക്രമീകരണം അനുസരിച്ച് 100 പേർക്ക് ആരാധനയിൽ പങ്കെടുക്കാൻ അവസരമാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു ബാൽക്കണി 3 പേരേ ഉള്ളൂ. നിങ്ങളുടെ 25 പേർക്ക് ഇരിക്കുന്ന അവസരമുണ്ട്. താഴെയും 2 പേർക്ക് ഇരിക്കുന്ന അവസരമാണ് ഉള്ളത്.
9 മണിക്കാണ് ആരംഭിക്കുന്നത്. സുരക്ഷിതമായി പ്രാർത്ഥനയോടുകൂടി ആരാധന സമർപ്പിക്കുവാനായിട്ട് ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പ്രദീപച്ചന് ഒരു യാത്രയായിട്ട് ആരാധന ക്രമീകരിക്കുന്നു. അതിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ ഒരുപാട് താല്പര്യമുണ്ട് എന്നാണ് അറിയുന്നത്. അവിടെ ഒരു പരിമിതികൾ നമുക്കുണ്ട്. ആഗ്രഹമുള്ളവർക്ക് വരിക, സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത്, ജൂൺ മാസം 24-ാം തീയതി മകൻ്റെ വിവാഹമായിരുന്നു. തമിഴ്നാട്ടിലായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് വിവാഹത്തിന് പങ്കെടുക്കുന്നത്. 15 പേർക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ സഭയുടെ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടു. എല്ലാവരും പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച വരെ തടസ്സം ഉണ്ടായിരുന്നു. രാത്രിയുടെ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രി കല്യാണം നടക്കുമെന്ന് ഉറപ്പുണ്ടായത്. വളരെ അനുഗ്രഹമായ വിവാഹമായിരുന്നു. നമ്മുടെ പ്രാർത്ഥന നന്ദി. അവരിപ്പോൾ എൻ്റെ പുതിയ വീട്ടിൽ ക്വാറന്റൈനിലിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് അവരുടെ ക്വാറന്റൈനിലിരിക്കുകയാണ്. നാളെ കാണുമ്പോൾ ക്വാറന്റൈൻ കാലാവധി. ഈ വിവാഹത്തോടനുബന്ധിച്ച് ഒരു ചെറിയ ഫംഗ്ഷൻ വരുന്ന ശനിയാഴ്ച 11-ാം തീയതി ശനിയാഴ്ച 3 മണി മുതൽ 7 മണി വരെ ഉങ്ങാമ്പാലയുടെ പുതിയ വീട്ടിൽ വെച്ച് നടത്തുന്നു. എല്ലാവരെയും ആദരവോടുകൂടി ക്ഷണിക്കുന്നു. വീടുകളൊന്നും വിളിക്കേണ്ടതാണ്. പള്ളിയിൽ കൂടെയാണ് വിളിക്കുന്നത്. ശരിയല്ലാതെ ദൈവത്തെ സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയിലേക്ക് ആയിരുന്ന പ്രദീപച്ചൻ്റെ ശുശ്രൂഷകളെ കൂടെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം തന്നെ ഈ ആഴ്ച മുതൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മുടെ ഭാഗമായി നമ്മളിൽ ഒരാളായിരിക്കുന്ന കൈവച്ച പ്രാർത്ഥനയുടെ പൂർണ്ണമായി അച്ഛൻ താമസിക്കുന്ന പള്ളിയുടെ പുറകെയുള്ള നമ്മുടെ 4 സ്ത്രീകളുടെ അദ്ദേഹം താമസിക്കുന്ന പഴയ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, നമ്മൾ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ തൊട്ടടുക്കലാണ് പള്ളിയുടെ പുറകെയാണ്. അച്ഛനെ കൂടെ നമ്മൾ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് കൊടുക്കുക. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാഠപുസ്തകത്തിലെ 289-ാമത്തെ ഗീതത്തിൻ്റെ ആദ്യത്തെ ചരണം പല്ലവി പാടി നമ്മൾ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുകയാണ്. കൈവച്ച് നമുക്ക് ദൈവത്തെ സന്ദർശിക്കാൻ കാണുക. വീണ്ടും പാടിക്കൊണ്ടാടുവീൻ യേശുവിൻ വാക്യങ്ങൾ. സാരം തോന്നുവാൻ പാടുവീൻ അത്ഭുത വാക്യങ്ങൾ. ജീവൻ നൽകും വാക്യം നൽവിശ്വാസ അത്ഭുതമേ സ്നേഹസമ്പൂർണ്ണമേ മാനസമേ അത്ഭുതമേ സ്നേഹസമ്പൂർണ്ണമേ. നമ്മുടെ തലങ്ങളോട് പ്രാർത്ഥിക്കാം. വചനമെന്ന അതിശ്രേഷ്ഠ ദാനത്തെ ഞങ്ങൾ ക്രമീകരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നഗരത്താവേ, അവിടുത്തെ ജീവിപ്പിക്കുന്ന വചനത്തിലൂടെ ഞങ്ങൾ ഈ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്ന വ്യക്തികൾക്കായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കാര്യവിചാരങ്ങളുടെ ശുശ്രൂഷയുടെ ഗൗരവത്തെക്കുറിച്ച് ഞങ്ങൾ എപ്രകാരം ഈ ലോകത്തിൻ്റെ വ്യത്യസ്തതകളെ പശ്ചാത്തലത്തിൽ കാര്യവിചാരങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കണമെന്നും അവിടുന്ന് ഞങ്ങളെ ദൈനംദിനം ഓർപ്പിക്കുന്നതിന് വേണ്ടി സ്വാഗതം. നിങ്ങൾ എപ്രകാരം ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വത്തോടുകൂടെ എപ്രകാരം ഞങ്ങളുടെ വിഭവങ്ങളെ വിനിമയം ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ അവിടുത്തെ ദൈവമായുള്ള കൃപ ഞങ്ങളുടെ പ്രകടമേ, അവിടുത്തെ ആലോചന കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവികമായ ശബ്ദം കേട്ട്
അനുഗ്രഹീതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നീ പ്രഭാതത്തിൽ ദൈവകൃപയാൽ ഞങ്ങളെ സഹായിക്കണം. വചനം സംസാരിക്കുന്ന അടിയനെയും കേൾവിക്കാരായുള്ള മക്കളെയും ഒരുപോലെ അവരുടെ കുറിച്ചിന്റെ നിറവിൽ മറക്കണം. അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന സ്വർഗീയ നൽകാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ജീവദാസൻ, സഭാ സെക്രട്ടറി, സഭാ കമ്മിറ്റി അംഗങ്ങളെ, കൊയർ അംഗങ്ങളെ, വിവിധങ്ങളായ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ സഭാവിശ്വാസികളെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. സഭാ സെക്രട്ടറി പറഞ്ഞ, ബഹുമാനമുള്ള അച്ഛൻ പറഞ്ഞ എല്ലാ സ്വാഗത വാക്കുകൾക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ കുട്ടയ്ക്കാടാണ് എൻ്റെ സ്വദേശം. ഭാര്യയും കുഞ്ഞും ഉണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിനെ ആരാധനയിൽ കൊണ്ടുവരുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്ന് വരാത്തത്. ഞാൻ കഴിഞ്ഞ 2 വർഷം ഇന്ത്യയിൽ പഠനത്തിൽ അതിനോടൊപ്പം തന്നെ കുംഭാലപ്പെടുന്ന സഭയുടെ ശുശ്രൂഷകരും ആയിരുന്നു. ദൈവനിയമപ്രകാരവും ആരുടെ തീരുമാനപ്രകാരവും ഈ മാസം മുതൽ ഈ സഭയുടെ ശുശ്രൂഷകരുമാണ് ദൈവം സഹായിച്ചു. എനിക്ക് സഭയിൽ അധികമാരെയും അറിഞ്ഞുകൂട. ഞാൻ അടുത്ത പ്രദേശവാസി ആണെങ്കിൽ പോലും എങ്കിലും ഇവിടെ വന്നപ്പോൾ ചില മൃഗങ്ങളെ അത്ര നല്ല പരിചയമുണ്ടെങ്കിൽ ചെറിയ പരിചയങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഈ സഭയിലേക്ക് കടന്നുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്നുള്ള നാളുകളിൽ ഈ സഭയുമായി ചേർന്ന് സഭാ കമ്മിറ്റി കർശനമായി ചേർന്ന് അനുഗ്രഹമുള്ള ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും അതിന് ഏറെ ആവശ്യമാണ്. തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. സമയപരിമിതി കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തുടർന്നുള്ള സമയം നിർവഹിക്കുകയാണ്. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തയ്ക്ക് നൽകിയിരിക്കുന്ന വിഷയം സ്റ്റുവാർഷിപ്പ് റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. കാര്യവിചാരകത്വം, ഉത്തരവാദിത്വമുള്ള വിഭവ പരിപാലനം എന്നുള്ളത്. അർത്ഥശാസ്ത്രം രചിച്ച കൗറിന്റെ അടുത്ത് രാഷ്ട്രതന്ത്രം വിലയിരുന്നതിനും സൗഹൃദം പങ്കുവയ്ക്കുന്നതിനുമായി 2 കൂട്ടർ ഒരു സന്ധ്യയും അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവർ 2 പേരും വ്യത്യസ്ത സമയങ്ങളാണ് കടന്നു വന്നത്. ആദ്യം രാഷ്ട്രതന്ത്രം വിലയുന്ന വ്യക്തികൾ കടന്നു വന്നപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ മധ്യത്തിൽ അദ്ദേഹം ഒരു വിളക്ക് കത്തിച്ചു കൊണ്ടുവച്ചു. അവർ മടങ്ങിപ്പോയ ശേഷം തന്റെ സുഹൃത്തുക്കളായ ചിലർ സൗഹൃദം പങ്കിടുന്നതിന് വേണ്ടി കടന്നു വന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിളക്കിനെ എഴുതി അകത്ത് കൊണ്ടുവച്ചതിന് ശേഷം പുതിയ ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇത് കണ്ടുവന്ന സുഹൃത്തിന് കൗതുകം തോന്നി. എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ആദ്യത്തെ വിളക്ക് രാജ്യസമിതിയായ ഔദ്യോഗിക ചർച്ചയായതിനാൽ കൊട്ടാര ചിലരിലുള്ളത്, രണ്ടാമത്തേത് എന്റെ സ്വന്തം ചിലരിൽ ഉള്ളതും ആണ്. ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ചരിത്ര സത്യമായ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് കാര്യവിചാരക ശുശ്രൂഷയുടെ ഗൗരവത്തെ കുറിച്ചാണ്. കാര്യസ്ഥൻ എന്ന് അർത്ഥം വരുന്ന പഴയ നിയമ പദത്തിന് ഗ്രഹവിചാരകൻ, രാജധാനി വിചാരകൻ എന്നൊക്കെയാണ് അർത്ഥം. സ്റ്റുവാർഡ് അഥവാ കാര്യസ്ഥൻ എന്നാൽ a person who take care of precious property which is not his own എന്നതാണ്. അതായത് ഒരാളുടെ സ്വന്തമല്ലാത്ത ഏതെങ്കിലും വസ്തുവകയോ വീട് മുതലായോ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ നിർദ്ദേശപ്രകാരം പരിപാലിക്കുന്നതിനെയാണ് സ്റ്റുവാർഡ്ഷിപ്പ് അഥവാ കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. ഈ പദം ഉടലെടുത്തത് പുതിയ നിയമ മൂലഭാഷയായ ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം വീട്, അതായത് ഈ ലോകം എല്ലാം ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു കുടക്കീഴിൽ എന്നുള്ള ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. വൈക്കോമോസ് എന്ന് പറയുന്ന ഒരു പദവും ഇതിന് തത്തുല്യമായി എഴുതുന്നുണ്ട്. അതുകൊണ്ട് കാര്യവിചാരക ശുശ്രൂഷ എന്ന് പറയുന്നത് ഭൂമിയുടെ ഗ്രഹവിചാരകത്വം എന്നുള്ള മറ്റൊരു അർത്ഥം കൂടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ദൈവകൃപയുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു പദമാണ്
ഈ കാര്യവിചാരകർ എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ ദൈവിക കാലവും ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതുമായിരിക്കെ മനുഷ്യരെ വിശ്വസ്തരെ നേടിക്കൊണ്ട് കാര്യവിചാരത്തിന് അവയെല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കാര്യസ്ഥനായ മനുഷ്യൻ ഉത്തരവാദിത്തത്തോടും വിശ്വസ്തയോടും നീതിയോടും കൂടെ ചെയ്യണം. അതാണ് കാര്യവിചാരകരുടെ ശുശ്രൂഷയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു തലം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഉപമകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അധികവും കർത്തവ്യ നിർവഹണത്തിന് പ്രേരണ നൽകുന്നതും അതിലൂടെ ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുന്നതുമാണ്. ഇന്ന് നാം വായിച്ച സുവിശേഷ വേദഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പഠിക്കുമ്പോൾ അത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളുമായി ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. മത്തായിയുടെ യജമാനൻ എന്ന് വിശേഷിക്കുമ്പോൾ ലൂക്കോസ് രാജാവ് എന്നാണ് സംബോധന ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. മത്തായി പറയുന്ന താലന്ത് 6000 ദിനാർ തുല്യമായി എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അതിന്റെ ഏകദേശം എന്ന് പറയുന്നത്. എന്നാൽ താലന്ത് എന്ന് പറയുന്ന വാക്ക് നാം കേൾക്കുന്ന മറ്റൊരർത്ഥമാണ് യഥാർത്ഥത്തിൽ നിഘണ്ടുവിൽ നിന്ന് ലഭിക്കുന്നത്. അത് പ്രകൃതിസിദ്ധമായ സാമർത്ഥ്യം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ താലന്തിന്റെ ഉപമയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന കാര്യവിചാരകത്തിന്റെ സന്ദേശം എന്താണ്? 2 ചുരുങ്ങിയ ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പകൽക്കാലം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് കാര്യവിചാരകരുടെ ശുശ്രൂഷയിൽ ഉത്തരവാദിത്വപൂർവമായ പ്രവർത്തന ശൈലി ഉണ്ടാകും. ഉത്തരവാദിത്വപൂർവമായ പ്രവർത്തന ശൈലി ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷത്തിന് യഹൂദ സംസ്കാരവുമായും മതവുമായും അധികം ബന്ധമുണ്ടെന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവുമായി ഇടചേർന്നതാണ് ഈ സുവിശേഷം എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കും. ഇത് നിലവിലിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയെയും സമൂഹത്തിലെ ഉത്തരവാദിത്തങ്ങളെയും ഉത്തരവാദിത്തങ്ങളുള്ള ദൈവിക ലോക വ്യവസ്ഥയെയും വ്യക്തമാക്കുന്നതാണ് എന്ന് ആഴമായി ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു പറഞ്ഞ ഉപമയിലെ മനുഷ്യൻ പരദേശത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ സമ്പത്ത് ദാസന്മാർക്ക് അവരുടെ പ്രാപ്തി പോലെ വിഭാഗിച്ച് നൽകുന്നതാണ് പശ്ചാത്തലം. സ്വന്തം ദാസന്മാരുടെ പ്രാപ്തി അറിയാവുന്ന ഒരു യജമാനെയാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാനായി കഴിയുന്നത്. ഒന്നാമന് 5, അടുത്തവന് 2, ഒടുവിലത്തവന് 1 താരത്താണ് ഈ യജമാനൻ ഇവിടെ വിഭാഗിച്ച് നൽകുന്നത്. ഗ്രീക്കുകാരുടെ വിലപിടിപ്പുള്ള നാണയ കുട്ടകളിലുള്ള ഒന്നാണ് ഈ താരത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഉപമയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ലഭിച്ചത് എത്ര എന്നതല്ല, ലഭിച്ചവ എങ്ങനെ വ്യാപാരം ചെയ്തു, എത്രത്തോളം നേടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഉപമ ഒരു പരിഗണന നൽകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ 2 പേരും വളരെ വിശ്വസ്തയോടുകൂടെ അല്ലെങ്കിൽ യജമാനൻ ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യം ചെയ്യുന്നതിന് അവർക്ക് കഴിയും. എന്നാൽ 3ാമൻ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. യജമാനോടുള്ള വിശ്വസ്തതയിൽ പരാജയപ്പെട്ട ദാസനായാണ് ഇവിടെ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. ഈ ഉപമ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചില സൂചനകൾ നൽകുന്നു. റോമൻ സാമ്രാജ്യത്തിലെ പിരമിഡ് രീതിയിലുള്ള സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. ഈ പിരമിഡ് ക്രമത്തിൽ അധികാരം ഒരാളിലാണ് കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ ഒരു അധികാര വികേന്ദ്രീകരണത്തിന്റെ പശ്ചാത്തലത്തെ യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അധികാരത്തിന്റെ വൈവിധ്യങ്ങളായ ചിഹ്നങ്ങളും അന്നത്തെ സാമൂഹിക പരിസരങ്ങളുണ്ട്. നമ്മൾ പഴയ നിയമഭാഗമായ ആവശ്യകത പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്രോവിന്റെ നിർദ്ദേശപ്രകാരം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മോശ അവരുടെ അധികാര വികേന്ദ്രീകരണം നടത്തുന്നു. മോശയെ കാണുവാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ വന്ന് നിൽക്കുന്ന അനേകം 1000 ആൾക്കാരുടെ ആ ഒരു പരാതികൾ കേൾക്കുന്നതിനും പലവിധമായ കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി അവിടെ മറ്റു ചിലരെയും കൂടെ നിയമിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു അധികാര വികേന്ദ്രീകരണത്തിന്റെ സാധ്യതകൾ ആദ്യമായി വേദപുസ്തകത്തിൽ നടപ്പാകുന്നത് അവിടെ മോശയുടെ കാലഘട്ടം മുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പശ്ചാത്തലത്തിൽ യേശു യജമാനനെ അവതരിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ
നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക ഘടന മാറ്റുന്ന ഒരു പ്രമേയമായി നമുക്ക് മനസ്സിലാക്കാം. അടിമയെന്നോ ഉടമയെന്നോ ഉള്ള വ്യത്യാസമില്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെടുത്തപ്പെട്ട ഒരു സന്തുലിത രാഷ്ട്രീയ പശ്ചാത്തലം സൃഷ്ടിക്കുവാൻ ഇവിടെ യജമാനൻ ശ്രമിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് റോമൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശ സംസ്ഥാനത്തിന് ബദലായി രൂപപ്പെടുവാനായിട്ട് പോകുന്ന ഒരു പശ്ചാത്തലമായി യേശു ഉപമയിലൂടെ മറ്റുള്ളവർക്ക് പുതിയ ദർശനം നൽകുകയാണ്. ഡുനാമി എന്നുള്ള പദമാണ് ഇവിടെ പ്രാപ്തി എന്നതിന് തത്വമായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് അധികാരം നൽകുന്നത് എന്നുള്ളതാണ്. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഈ അർത്ഥം പവർ എന്നുള്ളതാണ്. അപ്പൊ യജമാനന്റെ അധികാരത്തെ ദാസന്മാർക്ക് നൽകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ദാസന്മാരുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ ദാസന്മാരുടെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തന ശൈലി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. യജമാനന്റെ ജീവിതത്തിൽ സ്വരൂപിച്ചതെല്ലാം അവർക്ക് വ്യാപാരം ചെയ്യുവാനായിട്ട് വിശ്വസ്തരായി കഴിഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു വിനിമയം അല്ലെങ്കിൽ പ്രതികരണം, ഒരു വിശ്വസ്തതയുള്ള പ്രതികരണം യജമാനൻ ഈ ദാസന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഈ ഉപമയിലൂടെ യേശു വെളിപ്പെടുത്തുന്ന ഒരു ദർശനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഉള്ള ഒരു പ്രത്യേക പശ്ചാത്തലമാണ്. വളരെ കഴിവുള്ളവരെയും തൊട്ട് പ്രാപ്തി ഇല്ലാത്തവരുടെയും മധ്യത്തിൽ നിന്ന് യേശു പ്രബോധിപ്പിക്കുമ്പോൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുള്ളത് എത്ര തുച്ഛമായിരുന്നാലും എത്ര അധികമായിരുന്നാലും അത് വിശ്വസ്തരും നിഷ്കാര്യമുള്ളവരുമായിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ രാജ്യത്തിന്റെ മാന്യമൗല്യം ലഭിക്കുകയുള്ളൂ എന്ന് യേശു കർത്താവിനെ പഠിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയും മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന തരത്തിലുള്ള കഴിവുകൾ ഒരുപക്ഷെ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് കഴിയില്ല എങ്കിൽ പോലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ചില മനുഷ്യരുടെ ഉള്ളിൽ പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകളുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ദൈവകൃപയുടെ ഒരു ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ, കാര്യജ്ഞാനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സഭയിലും ഭവനങ്ങളിലും നമ്മുടെ ഔദ്യോഗിക മേഖലകളിലും ഒക്കെ നൽകിയിരിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു വിഭവ പരിപാലനവും അതുപോലെ തന്നെ ഉത്തരവാദിത്വപൂർണമായ ഒരു പ്രവർത്തന ശൈലി നമുക്ക് ഉണ്ടാക്കണം. രണ്ടാമതായിട്ട് സൂചിപ്പിക്കുന്ന കാര്യജ്ഞാനത്വം സ്വയം ശൂന്യവൽക്കരണ മാതൃകയിലൂടെ ഉള്ളതാണ്. കാര്യജ്ഞാനത്വം സ്വയം ശൂന്യവൽക്കരണ മാതൃകയിലൂടെ നാം ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ടുള്ളത്, നമ്മളെല്ലാവരും ഈ കാലത്ത് ലഭിച്ച ദാസന്മാരെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കുമ്പോൾ കൂടുതലായി ചിന്തിക്കുന്നത്. എന്നാൽ ആ യജമാനന്റെ മനസ്സിനെ കുറിച്ചും കൂടെ അല്ലെങ്കിൽ യജമാനന്റെ ആ ചിന്തയെ കുറിച്ചും കൂടെ നാം ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. യജമാനന്റെ ഭവനത്തിൽ അധ്വാനിച്ചിരുന്ന ദാസന്മാർക്ക് വേണ്ടി അവരുടെ പ്രാപ്തിക്കനുസരിച്ച് സമ്പത്ത് പങ്കുവെച്ചു കൊടുക്കുന്ന പശ്ചാത്തലം, പങ്കുവച്ചതിനെ ഇരട്ടിയാക്കി തീർത്തവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന യജമാനൻ. ഇവിടെ യജമാനൻ സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ഒരു മനോഭാവമാണ് തുടർന്ന് പിന്തുടരുന്നത് എന്ന് നമുക്ക് കാണുന്നത് കഴിയും. സമ്പത്ത് എങ്ങനെ ആർജിക്കും എന്ന് ചിന്തിക്കാതെ അധ്വാനിക്കുന്നതിന് വേണ്ടി, അധ്വാനിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എങ്ങനെ പങ്കുവയ്ക്കാം എന്ന് ഇവിടെ യജമാനൻ തീരുമാനിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ദാസന്മാരെ കുറിച്ചുള്ള ചിന്തയാണ് യജമാനന് തന്റെ സമ്പത്ത് പങ്കുവയ്ക്കുവാൻ താല്പര്യമുണ്ടാകുന്നത്. യജമാനനിലൂടെ ഒരു ശൂന്യവൽക്കരണത്തിന്റെ മാതൃക ദാസന്മാർക്കും പ്രകടമാക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിയുന്നു. യേശു യജമാനനെ അവതരിപ്പിക്കുന്ന വഴി ഒരു ശൂന്യവൽക്കരണത്തിന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുക. യജമാനൻ പരദേശത്തേക്ക് പോകുമ്പോൾ തന്റെ ദാസൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർവ്വം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ, വ്യാപാരം ചെയ്യുവാൻ, അവർക്ക് അതിലൂടെ അധ്വാനിക്കുവാൻ, അതിലൂടെ അധികമായി സമ്പാദിക്കുവാൻ വേണ്ടുന്ന അവസരം ഇവിടെ തുറന്നു നൽകുന്ന ഒരു യജമാനെയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഭൂമിയുടെ കയ്യിലും വിഭവങ്ങളുടെ കയ്യിലും യാതൊരു അധികാരവും ഇല്ലാത്തവരാണ് ഈ അടിമകൾ അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുന്നത്. അതിനാൽ യജമാനന്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ലോകത്തിലുള്ള യജമാന ദാസ്യ ആ ഒരു ബന്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇടമില്ലാത്തവർക്കായി അവർ മാറുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് യജമാനന്റെ തീരുമാനം വളരെ പ്രത്യേകമായി നിലനിൽക്കുന്നത്. ക്രിസ്തുവിന്റെ ശൂന്യവൽക്കരണം എന്ന് പറയുന്നത് മാനവരാശിയുടെ ആത്യന്തികമായ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് പോലെ ദാസന്മാർക്ക് വേണ്ടി യജമാനൻ സ്വയം ശൂന്യ
ശൂന്യവൽക്കരിക്കുന്നതായി നമുക്ക് ദർശിക്കാം. യേശുവിടെ യജമാനനെ അവതരിക്കുന്നതിലൂടെ നിലവിലെ യജമാനന്റെ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം പ്രകടമാകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ആർജിക്കലല്ല അഭയം നൽകലാണ് പ്രധാനമെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നു. ആ വാക്ക് നാം വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കണം. ആർജിക്കലല്ല അഭയം നൽകലാണ്. ഇത് ദാസന്മാരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് നയിക്കുന്നതിന് വളരെയധികം കാരണമായിരുന്നു, സഹായകരമായിരുന്നു എന്ന് നമുക്ക് ദർശിക്കുന്നതിനായി മനസ്സിലാക്കാം. ഓരോ ശൂന്യവൽക്കരണവും സാധ്യമാക്കുന്നത് ചില മാറ്റങ്ങളാണ് എന്ന് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. യേശുവിന്റെ ശൂന്യവൽക്കരണവും അത് തന്നെയാണ് ക്രൂസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഈ പുതിയ നിയമത്തിലെ യജമാന ദാസത്വ ബന്ധം എന്ന് പറയുന്നത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതിനുള്ള ഒരു പശ്ചാത്തലമായി രൂപപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഈ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അടിവരയിടുകയാണ്. ഇന്നലെ പാർശ്വവൽക്കൃത സമൂഹത്തെ മുൻനിർത്തി യജമാനന്റെ ശൂന്യവൽക്കരണത്തിന് ഒരു പുനർവായന വിധേയമായി തീർക്കുമ്പോൾ സാമ്രാജ്യത്തിന്റെ അധിനിവേശങ്ങൾക്ക് ഇരകളായിരുന്ന ഒരു കൂട്ടർക്ക് ആശ്വാസം നൽകുന്ന വ്യവസ്ഥയാണ് യേശു ഇവിടെ വിഭാവനം ചെയ്തത്. സാമൂഹിക സാംസ്കാരിക അധാർമികവും ആത്മത്വവും ഇന്ന് വിട്ടുമാറിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ജാതിയുടെയും വർഗ ധ്രുവീകരണത്തിന്റെയും അതുപോലെ തന്നെ സൂക്ഷ്മസ്ഥൂലമായിട്ടുള്ള അവസ്ഥകൾ ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് COVID-19 എന്ന മഹാമാരിയിലേക്ക് ഈ ലോകം മുഴുവൻ വ്യാപിച്ച പശ്ചാത്തലത്തിൽ അതിന്റെ മറവിൽ ലാഭം കൊയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്ന് ലോകത്തിൽ ഏറെക്കുറെയെങ്കിലും നിലനിൽക്കുന്നത്. പിരിച്ചുവിടലിന്റെ വേദനയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് അനേകം പേർ യജമാനന്റെ ലാഭം മാത്രം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ മറന്നു പോകുന്നത് അന്ന് വരെ തന്റെ ലാഭത്തിന് വേണ്ടി അധ്വാനിച്ച ഈ ദാസന്മാരെയാണ്. അങ്ങനെ പുറത്താക്കലിന്റെ ഒരു പുതിയ സംസ്കാരത്തിലൂടെ ഈ COVID-19 എന്നുള്ള മഹാമാരി നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ ഒരു തുറന്ന പുസ്തകമായി നിലനിൽക്കുന്നു. ഇവിടെ ലാഭമല്ല ലക്ഷ്യമാക്കേണ്ടത്, താഴെയുള്ളവരെയും സുരക്ഷിതത്വവും സുഭിക്ഷതയും അതുപോലെ തന്നെ സംരക്ഷണവുമാണ് എന്ന് നാം മറന്നു പോകരുത്. യേശുവിന്റെ സ്വയം ശൂന്യവൽക്കരണത്തിൽ മാതൃകയിലൂടെ ഇവിടെ പ്രകടമാകുന്ന ആ ഒരു ദർശനം ഇന്നത്തെ യജമാനന്മാർ ദർശിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ആത്മീയ കാലത്തും തൊഴിൽ സംരക്ഷണമുണ്ടാകണമെന്ന ചിന്ത തൊഴിൽ ഉടമകളുടെ ഇടയിൽ വളരെയിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് നാം ദർശിക്കുന്ന പലവിധമായ പാലാലയങ്ങളും പട്ടിണി മരണങ്ങളും അതുപോലെ തന്നെ പാലാലയത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ അപകട മരണങ്ങളും ഈ ആത്മീയ തീവ്രതയേക്കാൾ കൊടുപിടി കൊടുക്കുന്നതായി ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിലും കുടുംബങ്ങളിലും കാര്യവിചാരങ്ങളുടെ ശുശ്രൂഷ എപ്രകാരമാണ് നിർവഹിക്കേണ്ടത് എന്ന് ഇവിടെ യേശു കർത്താവ് മതദർശനം നമുക്ക് നൽകുകയാണ്. ഈ ലോകത്തിൽ നാം കാണുന്നതെല്ലാം ദൈവിക ദാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. യജമാനൻ തിരികെ വരുമ്പോൾ നമുക്ക് നൽകുവാൻ കാര്യവിചാരങ്ങളുടെ ശുശ്രൂഷയുടെ കണക്ക് നാം കൃത്യമായി ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം നാം ഒരിക്കലും പറഞ്ഞു നോക്കരുത്. അതുകൊണ്ട് നല്ലവരും വിശ്വസനമായ ദാസനെയുള്ള ാകുവാൻ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഈ പാതയിലൂടെ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയണം. തിരികെ പോക്ക് എന്ന് പറയുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതന് ഇപ്രകാരം അഭിപ്രായപ്പെടുകയുണ്ടായി. അനാഥന്റെയും അകലയുടെയും സ്വസ്ഥ രൂപീകരണത്തിൽ ചില കർത്തവ്യങ്ങളുണ്ട്. അതുകൊണ്ട് അപ്രകാരമുള്ള ചില കർത്തവ്യങ്ങൾ നമുക്കും ഇന്നാളുകളിൽ ഒരു കോവിഡാനന്തര കാലത്തിലേക്കുള്ള കാലഘട്ടത്തിലേക്ക് നാം ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പദ്ധതികൾ ക്രിസ്തീയ കാര്യവിചാരത്തിന്റെ ഭാഗമായി അത്തരത്തിൽ ക്രിസ്തു വിഭാഗം ചെയ്ത ഒരു നവലോകം സാധ്യമാക്കുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ തലമുറ എഴുതിയിട്ട് നമുക്ക് കാണാം. പരിശുദ്ധനായ സ്വർഗീയ നഗരക്കായ കാര്യവിചാരത്തിന്റെ ഒരു പുതിയൊരു ദർശനം ഈ പ്രത്യേക ലോക വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിന് സ്തോത്രം. ഞങ്ങൾക്ക് ലോകത്തിൽ അവിടെ നൽകിയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുവാനും വിഭവങ്ങൾ വിനിയോഗം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കളായി ഉത്തരവാദിത്വത്തോടുകൂടെ നിറവേറ്റപ്പെടുവാൻ അവർ ഞങ്ങളെ പ്രാപ്തി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വചനത്തിലൂടെ കേട്ടതുപോലെ ആർജിക്കലല്ല, ത്യജിക്കലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം.
അങ്ങ് ഞങ്ങൾ കാണിച്ച സ്വയം ശൂന്യവൽക്കരണ മാതൃകയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഇനിയും കാര്യമില്ലാതെ ശുശ്രൂഷയിൽ ശുഷ്കാദികളായി മുന്നേറുവാൻ സഹായിക്കണമേ. നദി ആരാധന പ്രിയ അച്ഛനെ അവിടെ നിലപ്പെടുത്തിയതിന്റെ വേണ്ടി സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ആശീർവദിച്ചുവല്ലോ. തുടർന്ന് അവിടുത്തെ ഏറെകളായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ഒരാഴ്ചക്കാലമുള്ള ഞങ്ങളുടെ ശുശ്രൂഷകളിലെ ആത്മീയ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങൾ സുരക്ഷിതരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ മകത്ത് ദർശിക്കുവാനുള്ള നമുക്ക് ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകളും സ്തുതിക്കുന്ന പിതാവേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കൂടെ ഏറ്റവും ശക്തി നൽകി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യം പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും എന്നും